15 വയസ്സുള്ള ഒരു കുട്ടി മരിച്ചതിന് ശേഷം ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി വരെ അതിൻ്റെ പേരിൽ നടത്തിയ പരാമർശങ്ങൾ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ഈ തവണ 99% ആര്യാടൻ ഷൗക്കത്ത് MLA ആയിട്ട് വരും. ചുരുങ്ങിയത് 25,000 വോട്ടിന് ഭൂരിപക്ഷത്തോടുകൂടി ആര്യാടൻ ഷൗക്കത്ത് തെരഞ്ഞെടുക്കപ്പെടും. ഞാൻ കൺഫ്യൂഷനിലാണ്, ഉറപ്പിച്ചിട്ടില്ല. ഞാൻ ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യും. അപ്പം തലക്കോളല്ല ആളുകളെ മന്ത്രിയാക്കി വെക്കണം, അതാണ് വേണ്ടത്. അതല്ലാതെ തലക്ക് ഉള്ളിൽ ആൾതാമസമില്ലാത്ത ആൾക്കാരെ മന്ത്രിയാക്കി വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഇത് കാണില്ല. ഞങ്ങൾക്ക് ആര്യാടൻ ഷൗക്കത്തിന് തന്നെ പരിചയമുള്ള അതിനെ കൊടുക്കുള്ളൂ. ആരെന്ത് പറഞ്ഞു ഒരു തെരഞ്ഞെടുപ്പിന് വരുമ്പോൾ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഗവൺമെന്റ് ചർച്ച ചെയ്യണം. അതിന് പകരം മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അവർ നോക്കുന്നത്. നമസ്കാരം, ഞാനിപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിലാണുള്ളത്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നിലമ്പൂർ മണ്ഡലത്തിലെ രാഷ്ട്രീയ പരിസ്ഥിതി എന്താണെന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പം ഞാൻ വളരെ കാഷ്വലായിട്ട് ഇതുവഴി പോകുമ്പോൾ ഇവിടെ കുറച്ച് ചേട്ടന്മാർ ഒരു ചായക്കടയ്ക്കകത്തിരുന്ന് നിലമ്പൂർ മണ്ഡലത്തിലെ ഇപ്പോഴത്തെ ഇലക്ഷനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവരുടെ ഒപ്പം ഒന്ന് കൂടുകയാണ്. എന്താണ് നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, നിലമ്പൂരിൽ ആര് ജയിക്കാനാണ് സാധ്യത എന്നതിനെ കുറിച്ച് നമുക്ക് ഇവരോടൊന്ന് ചോദിക്കാം. ഇപ്പം നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്? ഇപ്പം നിലമ്പൂർ ഒരു ബൈ ഇലക്ഷനെ നേരിടുകയാണ്. ഈ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യും. രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഉദ്ദേശിച്ചത് ഇവിടെ നിലവിലുള്ള MLA രാജിവെച്ച് ഒഴിവിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇടതുപക്ഷ MLA ആണത്. ഇടതുപക്ഷ MLA 9 വർഷം കാലം ഇടതുപക്ഷ MLAയും അതിൻ്റെ 5 വർഷം ഏറനാട് മണ്ഡലത്തിൽ ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു PV അൻവർ. പക്ഷെ PV അൻവർ അല്ല ഇവിടുത്തെ ചർച്ച. ഇവിടുത്തെ ചർച്ച എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്. ജനങ്ങളെ വന്യമൃഗ ആക്രമണവും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 15 വയസ്സുള്ള ഒരു കുട്ടി മരിച്ചതിന് ശേഷം ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി വരെ അതിൻ്റെ പേരിൽ നടത്തിയ പരാമർശങ്ങൾ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. പിന്നെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ് UDF അവതരിപ്പിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി. അത് UDF ഒറ്റക്കെട്ടായി നിർത്തിയ സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഇവിടെ 5 വർഷം നിലമ്പൂരിൻ്റെ അവസാനത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ആദ്യത്തെ മുനിസിപ്പൽ ചെയർമാനാണ് ആര്യാടൻ ഷൗക്കത്ത്. ഈ ആര്യാടൻ ഷൗക്കത്ത് കൊണ്ടുവന്ന ഒരുപാട് പദ്ധതികളുണ്ട്. ആ പദ്ധതിയൊക്കെ ഉദ്ഘാടനം ചെയ്തിരുന്നതും നടപ്പിലാക്കിയിരുന്നതും അന്നത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. അദ്ദേഹം കൊണ്ടുവന്ന ഒരു പരിപാടിക്ക് ഇന്നത്തെ CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി നിലമ്പൂർ വരികയും ആ പരിപാടിയിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് MA ബേബിയെ തടഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു CPMൻ്റെ ഓഫീസിൽ. അപ്പോൾ അദ്ദേഹത്തിനെ അന്ന് തന്നെ ഇടതുപക്ഷത്തിന് പേടിയാണ്, ഷൗക്കത്തിനെ. അതുകൊണ്ടാണല്ലോ ആ പരിപാടിക്ക് MA ബേബിനെ പറഞ്ഞുവിടാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് MA ബേബി. വിദ്യാഭ്യാസ ഒരു പരിപാടിക്കാണ് MA ബേബി എത്തിയിട്ടുള്ളത്. സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി തന്നെയല്ലേ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത്. പക്ഷെ ആ പരിപാടിയിലേക്ക് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് MA ബേബിനെ പാർട്ടി ഓഫീസിൽ തടയുകയും MA ബേബി അതിൽ പങ്കെടുക്കുകയാണ് ചെയ്തത്. പിന്നീട് വന്നിട്ടുള്ള ഓരോ തെരഞ്ഞെടുപ്പിലും ചർച്ച ചെയ്യാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരുപാട് കാലം ആരും പറ്റിക്കാൻ പറ്റില്ല. ഇവിടെ കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ ബൈപ്പാസിന് അവരിവിടെ ഫ്ലക്സ് വെച്ചിട്ടുള്ളത്. ബൈപ്പാസ് ഇന്നും ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ആ ബൈപ്പാസ് അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു പരിപാടി ഇവിടെ നടത്തിയിട്ടില്ല. അപ്പം ഇവിടെ UDF ഒറ്റക്കെട്ടാണ്. എല്ലാവരും UDFൻ്റെ എല്ലാ ഘടകകക്ഷികളും നല്ല വർക്കാണ് ഇവിടെ നടക്കുന്നത്. അത് 23-ാം തീയതി നിങ്ങൾക്ക് കാണാം. ഇപ്പം നിലവില് PV അൻവർ എന്ന് പറഞ്ഞ LDFൻ്റെ MLA ആയിരുന്ന വ്യക്തി, അദ്ദേഹം രാജിച്ചൊഴിവിലാണ് ഇപ്പം ഇലക്ഷൻ നടക്കുന്നത്. അപ്പം അൻവർ എത്രമാത്രം ഒരു ഘടകമാണ് ഈ നിലമ്പൂർ ഇലക്ഷനിൽ? നിലമ്പൂർ ഇപ്പോഴത്തെ ഇലക്ഷനിൽ അൻവർ ഒന്നുമല്ല. അൻവർ കാരണമാണ് ഇവിടെ ഒരു ഇലക്ഷൻ വരുന്നത്. ആ ഇലക്ഷൻ വരാൻ കാരണം ആര്യാടൻ ഷൗക്കത്ത് MLA ആകാൻ ദൈവ അനുഗ്രഹം കൊടുത്തുകൊണ്ടാണ്. ഈ തവണ 99% ആര്യാടൻ ഷൗക്കത്ത് MLA ആയിട്ട് വരും. ചുരുങ്ങിയത് 25,000 വോട്ടിന് ഭൂരിപക്ഷത്തോടുകൂടി ആര്യാടൻ ഷൗക്കത്ത് തിരഞ്ഞെടുക്കപ്പെടും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് 65,000 വോട്ടാണ് കിട്ടിയത്. ഞങ്ങൾ അതിൽ നിന്ന് ഒരു 30 വിട്ടുകളയാം. ആ 30 കഴിഞ്ഞാലും എങ്ങനെയായാലും 35 വോട്ടുണ്ട്.
അതിലും മറ്റുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വോട്ട് മാറിയാൽ പോലും 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് തെരഞ്ഞെടുക്കപ്പെടും. യാതൊരു സംശയവും വേണ്ട. ആര്യാടൻ ഷൗക്കത്തിന്റെ ആ കഴിവ് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണം എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. 9 കൊല്ലം കൊണ്ട് അൻവർ ഇവിടെ MLA ആയതിനു ശേഷം ഈ നാട്ടിൽ എന്തെങ്കിലും നടന്നോ? ഈ ജനങ്ങൾ വളരെ ദുഃഖിതരാണ്. ആര്യാടൻ ഷൗക്കത്തിന്റെ കഴിവും അയാളുടെ ശക്തി കൊണ്ടും അയാൾക്കൊരു പ്രത്യേക കഴിവുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് തെരഞ്ഞെടുക്കപ്പെടും. 1936 വരെ ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ ഇനി വീണ്ടും MLA ആയി തെരഞ്ഞെടുക്കപ്പെടും. അതിന് യാതൊരു സംശയവും വേണ്ട. 2036 വരെ. അൻവർ എന്ന് പറയുന്ന ഒരു ഘടകമേ ഇല്ല. അൻവർ 9 വർഷം ഇവിടെ നിലമ്പൂര് MLA ആണ്. എവിടുന്നെങ്കിലും ഒറ്റും പറ്റും കുറച്ച് വോട്ടുകൾ കിട്ടിയേക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് UDF LDF തന്നെയാണ്. പിന്നെ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, ഇവിടെ നല്ല മുനിസിപ്പാലിറ്റി ചെയർമാൻ ആയിരുന്നു, നല്ല പഞ്ചായത്ത്, ഇന്ത്യയിലെ തന്നെ, കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രസിഡന്റ് ആയിരുന്നല്ലോ, പഞ്ചായത്ത് പ്രസിഡന്റ് ആവുള്ള അവസ്ഥ. അങ്ങനെ എല്ലാത്തിലും നിറഞ്ഞു നിന്ന ഒരാളായിരുന്നു. ഇപ്പൊ നിലവിൽ നമ്മളിങ്ങനെ വരുമ്പം നിലമ്പൂരിലെ ഒരു ഇലക്ഷന്റെ ഒരു ഓളം കുറവുണ്ട്. നിലമ്പൂരിലാണ് ഓളം കൂടുതൽ. അത് നിങ്ങൾ ശരിക്കും ഓളം നോക്കാത്തോണ്ടാ. ആണ്. ആ, നിങ്ങൾ ഓളം ശരിക്കും നോക്കുന്നില്ല. കാരണം കേരളത്തിൽ ഇതുപോലെ ഒരു ഇലക്ഷൻ നടന്നിട്ടില്ല. കാരണം നമ്മൾക്കൊക്കെ ഓർമ്മ വെച്ച കാലത്ത് ഇതുപോലെ പെരുന്നാളും ഇലക്ഷൻ പ്രചരണം ഒരുമിച്ച് വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇപ്രാവശ്യം അതും ഇപ്രാവശ്യം വന്ന് പെരുന്നാൾ ദിവസമാണ് നമ്മളിപ്പോൾ ഈ മുന്നിൽ കാണുന്ന ഈ പോസ്റ്ററൊക്കെ നമ്മളെ പ്രവർത്തകർ ഒട്ടിച്ചിട്ടുള്ളത്. പെരുന്നാളിന്റെ പിറ്റേ ദിവസം ഇന്നലെ ആയിരുന്നു നമ്മളുടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി പര്യടനം. നല്ല ജനപങ്കാളിത്തമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓളം നോക്കാത്തോണ്ടാ. നിങ്ങൾ ശരിക്കും നോക്കിയാൽ നിങ്ങൾക്ക് ഓളം കാണാം. ഇപ്പൊ പൊതുവെ ഇപ്പൊ നിലമ്പൂരാണ്, ഇപ്പൊ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായിട്ട് നിറഞ്ഞിരിക്കുന്ന നിലമ്പൂരാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അതിന്റെ ഇടയിൽ വളരെ വിഷമകരമായ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ മരണപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഇപ്പൊ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ വന്യമൃഗങ്ങൾ ഒരു വലിയ ഘടകം തന്നെ. ഇപ്പൊ അതുപോലെ തന്നെ ഇന്നലെയാണ് തൊട്ടടുത്തുള്ള പഞ്ചായത്ത് മമ്പാട്, അവിടെ 2 പേര് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽപ്പെട്ട് പരിക്കുപറ്റി കിടക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്നും എന്തുകൊണ്ടാണ് ഇത്ര കാലമായിട്ട് ഈ ഒരു പ്രശ്നങ്ങൾ എന്താ പരിഹരിക്കപ്പെടാത്തത്? അത് ഇപ്പോൾ തുടങ്ങിയ പ്രശ്നമൊന്നുമല്ല. ഇപ്പോൾ ഇവിടെ വന്യമൃഗം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഈ മുന്നിൽ കാണുന്ന റോഡിലൂടെ അതാണ് DF ഓഫീസ്. ആ കാണുന്നത് അത് 20 മീറ്റർ ഉള്ളൂ. കാട്ടാന നടന്നു പോയി ഓഫീസിന്റെ മതിൽ തകർത്ത സ്ഥലമാണിത്. നിലമ്പൂർ ടൗൺ ആണല്ലോ ഇത്. അവിടെ ആന ഇറങ്ങിയിട്ടുണ്ട്, ഇതുവഴി പോയിട്ടുണ്ട്. അപ്പം അന്ന് നമുക്ക് ആരെ ഭാഗ്യം കൊണ്ട്, ദൈവാധീനം കൊണ്ട് ആർക്കൊന്നും പറ്റിയില്ല. അതാണ് കാരണം. ഇത് വന്യമൃഗങ്ങളെ തടയേണ്ട ആളുകളെ അവരിത് ചർച്ച ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. ഇത് ഗൂഢാലോചനയാണ്, അങ്ങനെയൊക്കെ ആരെങ്കിലും പറയോ? തലക്ക് ഓളുണ്ടെങ്കിൽ പറയോ? അപ്പം തലക്ക് ഓളല്ല ആളുകളെ മന്ത്രിയാക്കി വെക്കണം. അതാണ് വേണ്ടത്. അതല്ലാതെ തലക്ക് ഉള്ളിൽ ആൾതാമസമില്ലാത്ത ആൾക്കാരെ മന്ത്രിയാക്കി വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഇത് കാണില്ല. ആന പോകുന്നതും ആ DF ഓഫീസിൽ ചെന്നിട്ട് അവിടെ DFOനോട് ചോദിച്ചാൽ അറിയാലോ വന്യമൃഗശല്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അവരെ DF ഓഫീസിന്റെ നേരെ പിറകിലെ മതിലാണ് ആന പൊളിച്ചിട്ട് നിലമ്പൂർ ടൗണിലൂടെ ആന ഓടുന്നത്. അപ്പൊ അതൊന്നും അവർ കാണുന്നില്ല. അപ്പൊ പല ആളുകളും പറയും എന്നിട്ട് എന്തുകൊണ്ട് സമരം ചെയ്തില്ല എന്ന്. സമരം ചെയ്യലല്ലോ ഇതിന്റെ പ്രധാന കാര്യം. എന്താണ് സമരം ചെയ്യുകയാണെങ്കിൽ കേരളത്തില് ഈ മലയോര മേഖലയിൽ എല്ലായിടത്തും സമരം വേണ്ടി വരും. വേറൊരു പണിക്കും പോകാൻ പറ്റില്ല ആർക്കും. എന്നും സമരമായിരിക്കും. കാരണം അത്രമാത്രം പ്രശ്നമാണിത്. അപ്പൊ അത് അവർ ചർച്ച ചെയ്യുന്നില്ല. അവർ ചർച്ച ചെയ്യുന്നത് വേറെ രൂപത്തിലാണ് ചർച്ച ചെയ്യുന്നത്. അവർ വേറെ എന്തൊക്കെയോ പറയാണ്. ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞാൽ ഇവിടെ ആശാ വർക്കർമാരെ സമരം വരുന്നുണ്ട്. അതൊക്കെ ചർച്ച ചെയ്യണ്ടേ? ഒരു തെരഞ്ഞെടുപ്പിന് വരുമ്പോൾ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഗവൺമെന്റ് ചർച്ച ചെയ്യണം. അതിന് പകരം മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അവർ നോക്കുന്നത്. അവരെന്താണ് ചർച്ചയിൽ പങ്കെടുക്കാത്തത്? ഇതുപോലെ ആളുകളോട് തുറന്ന് പറയാൻ എന്താ അവർക്ക് കഴിയാത്തത്? അവർക്ക് കഴിയുന്നില്ല. അത് നമ്മളിങ്ങോട്ട് കയറുന്ന സമയത്തും അതെ, ഇവിടുന്ന് ഒരു ഇടതുപക്ഷത്തിന്റെ സഹായത്തിന് ഒരു ചേട്ടൻ ഇറങ്ങി പോകുന്ന കണ്ടു വഴക്കടിച്ചിട്ട്. അത് അവര് എസ്കേപ്പ് ആക്കാണ്. കാരണം അവർക്ക് പറയാനുണ്ടെങ്കിൽ, ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ അവർ ചർച്ച നമ്മളെ മുമ്പിൽ ഇരുന്നിട്ട് അവർ ചർച്ച ചെയ്യണം. അവർ ചർച്ച ചെയ്തിട്ട് അതിൽ രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ട് അതിൽ വിജയിച്ചു പോകണം. അതല്ലാതെ നമ്മൾ സെവൻസ് ഫുട്ബോളിലൊക്കെ പണ്ട് കളിക്കുമ്പം കളി മോശമാണെങ്കിൽ പന്ത് പിടിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതാണ് അവർ ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയായാലും വേറെ ഒരു പ്രശ്നമുണ്ട്. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് അത് പൊളിച്ചിട്ട് 9 വർഷത്തോളം ആകാറായി. ആ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ നിങ്ങളൊന്ന് പോയി നോക്കണം. പാവപ്പെട്ട സ്ത്രീകൾ, കുഞ്ഞുങ്ങളും അമ്മമാരും വന്ന് നിന്ന് വിഷമിക്കുന്നത്. എത്ര ലക്ഷം രൂപ പഞ്ചായത്തിന് നഷ്ടം വന്നു. ഞാനത്
മുഖ്യമന്ത്രിയുടെ പ- യാത്രയിൽ പരാതി കൊടുത്തിട്ട് മറുപടി തന്നത് താഴോട്ട് അയച്ചിട്ടുണ്ടെന്ന്. അയച്ചതല്ലാണ്ട് ഇന്ന് വരെ ഇല്ല. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഞാൻ ബസ് സ്റ്റാൻഡ് പണിയുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി പോകും. യാതൊരു സംശയവും വേണ്ട. അവിടുത്തെ ജനങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങളൊന്ന് കാണണം. അത് കണ്ടാൽ ഒരു മനുഷ്യനോടൊന്നും കരയാതെ പോകില്ല. മഴക്കാലം വന്നാൽ ഒരു സൈഡ്, വെയിൽ വന്നാൽ വേറൊരു സൈഡ്. അത്ര ബുദ്ധിമുട്ടാണ്. കോടികളുടെ നഷ്ടം 10 കൊല്ലം കൊണ്ട് പഞ്ചായത്തിന് മുനിസിപ്പാലിറ്റിക്ക് വന്നിട്ടുണ്ട്. ഇവിടെ പുറത്തും കുറച്ച് ആളുകളുണ്ട്, നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്നുള്ളത്. എന്തെങ്കിലും ഇവരൊക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഇവിടുത്തെ എന്താ ഇപ്പൊ നിലമ്പൂർ ചേച്ചി സാധനം മേടിച്ചിട്ട് പോവാണോ? ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പൊ ഇലക്ഷനൊക്കെയാണ്, എന്താ ഇലക്ഷൻ്റെ ഒരു ചൂട്? പാപ്പട്ടിന്റെ അവിടെ ജയിക്കുള്ളൂ. എന്താ അങ്ങനെ ഉറപ്പിച്ചു പറയാൻ കാരണം എന്താ? നമ്മളവിടെ ഇവിടെ ജനിച്ചു വളർന്നാ, ഞങ്ങളും ഇവിടെ ജനിച്ചു വളർന്നിട്ടായതാണ്. അപ്പൊ പിന്നെ മാറ്റതൊക്കെ എവിടെ കിടക്കുന്നതാ, അതൊന്നും ഇപ്പൊ നമ്മളറിയില്ല. നിങ്ങൾക്ക് അറിയുന്ന ആള് പാപ്പുട്ടിക്ക് മാത്രം? ഞങ്ങൾക്ക് അറിയണം പാപ്പുട്ടി സൗഖ്യത്തിന് തന്നെയാണ് പരിചയമുള്ളൂ, അതിനെ കൊടുക്കുള്ളൂ. ഏത് ആരെന്ത് പറഞ്ഞാലും അതേ കൊടുക്കുള്ളൂ. ഇപ്പൊ ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പം എന്തൊക്കെയായാലും ഇവിടെ ഇവരെല്ലാവരും UDF-ന്റെ അണികളും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പൊ ഇവരൊക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ബാപ്പുട്ടിക്ക്, അതായത് ആര്യൻ ഷൗക്കത്ത് തന്നെ ജയിക്കുള്ളൂ എന്നാണ് തറപ്പിച്ചാണ് ഇവർ പറയുന്നത്. എന്തൊക്കെയാലും നമുക്ക് 23-ാം തീയതി അറിയാം അല്ലേ? 23-ാം തീയതി റിസൾട്ട്, അപ്പൊ 19-ാം തീയതി വോട്ടിങ്. അപ്പൊ എന്തൊക്കെയാലും 23-ാം തീയതി അറിയാം. നമുക്ക് ഇവരെല്ലാവരും തികഞ്ഞ പ്രതീക്ഷയിലാണ് അല്ലെ? അപ്പൊ ആര് ജയിക്കുന്ന കരുന്നേ? നാലാളും തുല്യ പ്രാധാന്യമുള്ളവരാണ്. ആര് ജയിക്കുന്ന കരുന്ന്? നമ്മളാർക്ക് വോട്ട് ചെയ്യാൻ പറ്റും? ഞാന് കൺഫ്യൂഷനിലാണ്, ഉറപ്പിച്ചിട്ടില്ല. ഞാൻ ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്ര നേരം ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് പിടിച്ച് നടന്ന ആൾക്കാരാണ്. ഓക്കെ. അപ്പൊ എന്തൊക്കെയായാലും നമുക്ക് ഇവര് എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്. എന്തൊക്കെയായാലും ഇലക്ഷന്റെ ചൂട് നിലമ്പൂരിൽ ഒട്ടും കുറവില്ല. നിലമ്പൂരിൽ എന്തെങ്കിലും ഇപ്പൊ നല്ല ചൂടുണ്ട്, അതിന്റെ കൂടെ ഇലക്ഷന്റെ ചൂടും ഒട്ടും കുറവില്ല എന്നാണ് അവർ പറയുന്നത്. എന്തൊക്കെയായാലും നിലമ്പൂരിൽ നിന്ന് നിഖിൽ കാടത്ത് മറുനാടൻ ടീം.